വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് കോഴിമുട്ട ഉപയോഗിച്ച് എങ്ങനെ ടേസ്റ്റി ആയിട്ടൊരു ബിരിയാണി തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ഫമീസ് വേൾഡ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 5 സവാള സ്ലൈസ് ചെയ്തത്, 4 തക്കാളി സ്ലൈസ് ചെയ്തത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 4 പച്ചമുളക് പേസ്റ്റാക്കിയത്, മല്ലിച്ചപ്പ് പുതിന എന്നിവ കട്ട് ചെയ്തത്, കുറച്ച് പട്ട, ഏലക്ക, ഗ്രാമ്പൂ എന്നിവ കൂടെ ആവശ്യമുണ്ട്. 4 കോഴിമുട്ട ബോയിൽ ചെയ്തത്. ഇനി നമുക്ക് ബസ്മതി റൈസാണ് വേണ്ടത്. 1 കിലോ ബസ്മതി റൈസ് 1 മണിക്കൂർ വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം റൈസ് തയ്യാറാക്കാം. അതിനായി കുറച്ച് വെള്ളം നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കതിലോട്ട് കുതിർത്തെടുത്ത ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് എന്നിവ കൂടെ ചേർത്ത് ഒരു 15 മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കാം. റൈസ് ഇവിടെ തയ്യാറായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് വെള്ളത്തിൽ നിന്ന് വാർത്തെടുക്കാം. ബിരിയാണിയിലേക്കുള്ള ചോറ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി 4 കോഴിമുട്ട ഞാനിവിടെ എല്ലാ വശവും ഒന്ന് കത്തി കൊണ്ട് വരഞ്ഞു കൊടുത്ത് അതിനിടയിൽ ഇങ്ങനെ മുളക് പൊടി ആക്കി കൊടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് ഇനി മസാല തയ്യാറാക്കാം. അതിനായി കുറച്ച് ബട്ടർ ഒഴിച്ച് കൊടുത്തിട്ട് ആദ്യം നമുക്ക് കുറച്ച് സവാള ഒന്ന് പൊരിച്ചെടുക്കാം. സവാള ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി അത് എടുത്തു മാറ്റിയതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ശേഷം നമുക്ക് കോഴിമുട്ട അതിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. 2 സൈഡും ഒരുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ മുട്ട ഫ്രൈ ചെയ്തതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ബാക്കിയുള്ള സവാള ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നമുക്ക് സവാള ഒന്ന് വേവിച്ചെടുക്കാം. സവാള ഏകദേശം റെഡിയാകുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് പേസ്റ്റ് എന്നിവ കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം. ശേഷം ഒരു 5 മിനിറ്റ് അടച്ചു വെക്കുക. ഇനി ഇതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കുരുമുളകൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്, 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല, പട്ട, ഗ്രാമ്പൂ, ഏലക്ക എന്നിവ കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ഇവയെല്ലാം നന്നായി മിക്സായി വരുമ്പോൾ നമുക്കിതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ച തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്കിത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കണം. 10 മിനിറ്റിന് ശേഷം നമ്മളുടെ മസാല എല്ലാം നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് കൂടെ ഒഴിച്ചു കൊടുക്കാം. ശേഷം മല്ലിച്ചപ്പ് പുതിന കട്ട് ചെയ്തത്, കുറച്ച് പൊരിച്ച ഉള്ളി എന്നിവ കൂടെ ചേർക്കാം. ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള മസാലയുടെ തയ്യാറായിട്ടുണ്ട്. ഇനി മസാലയിലോട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച കോഴിമുട്ട ചേർത്ത് കോഴിമുട്ട ഒന്ന് മസാലയിൽ നന്നായി ഒന്ന് പൊതിഞ്ഞെടുക്കണം. ഇനി നമുക്ക് വേവിച്ച് വെച്ച ബസ്മതി റൈസ് ഇതിന് മുകളിലായി ഒന്ന് ദം ചെയ്തെടുക്കാം.
ഇതിന് മുകളിലായി മല്ലിയില, പുതിനയില, ഗരം മസാല, കുറച്ച് പൊരിച്ച ഉള്ളി എന്നിവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പും ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ 2 ലെയറാക്കി ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 7 മിനിറ്റ് 8 മിനിറ്റ് വരെ നമുക്കിതൊന്ന് അടച്ചു വെച്ച് ദം ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫമീസ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്